കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിൽ നിലപാട് കടുപ്പിച്ചു ബി.ജെ.പി. നിർണായക വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുനൽകില്ല. ആഭ്യന്തരവും ധനകാര്യവും പ്രതിരോധവും അടക്കം ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുമെന്ന സൂചനകൾ. ഇതിനിടെ മന്ത്രിസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജെ.ഡി.യുവും വ്യക്തമാക്കി. നിതീഷ് കുമാർ ദില്ലിയിൽ തുടരും. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 9-ലേക്ക് മാറ്റിയെന്നും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുന്നുണ്ട്. സിബി, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രധാനപ്പെട്ട നിർണായകമായ വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകില്ല എന്ന തീരുമാനത്തിലാണ് ബി.ജെ.പി. എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും വിശദാംശങ്ങൾ. അവിടെ എന്തായാലും ഈ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള നിലയും അനിശ്ചിതത്വം ഇപ്പോഴും നീളുകയാണ്. പ്രത്യേകിച്ച് ഈ സഖ്യകക്ഷികളായ ജെ.ഡി.യും അതോടൊപ്പം തന്നെ ടി.ഡി.പിയും അവരുടെ പിടിവാശികൾ, അതായത് അവർ ആവശ്യപ്പെട്ട വകുപ്പുകൾ സംബന്ധിച്ചുള്ള നിലയും ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. ഇതിൽ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമല്ല നിലയും ഇപ്പോഴത്തെ തീരുമാനം നിർണായകമായ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നിലയും ബി.ജെ.പിയുടെ കൈവശം തന്നെ വയ്ക്കുക. മറ്റുള്ള വകുപ്പുകളോ അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനമോ ഈ ജെ.ഡി.യുവിനും ടി.ഡി.പിക്കും നൽകിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ബി.ജെ.പി. പ്രത്യേകിച്ച് ആഭ്യന്തരം, അതോടൊപ്പം തന്നെ ഐ.ടി, വിദേശകാര്യം, അതോടൊപ്പം തന്നെ പ്രതിരോധം അടക്കമുള്ള റെയിൽവേ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നിലയും ബി.ജെ.പി. ഇത്തരത്തിൽ വിധിച്ചു നൽകേണ്ട, സഖ്യകക്ഷികൾക്ക് നൽകേണ്ട എന്നൊരു ആവശ്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ തങ്ങൾക്കും പ്രധാനപ്പെട്ട വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും ആന്ധ്ര, അതോടൊപ്പം തന്നെ ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി അടക്കമല്ലാതിനെയും ഇവിടെ ജെ.ഡി.യുവും ടി.ഡി.പിയും ആവശ്യപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിൽ 12 സീറ്റുള്ള ജെ.ഡി.യുവിനെ സംബന്ധിച്ച് പ്രതിരോധ വകുപ്പും അതോടൊപ്പം തന്നെ ഗ്രാമവികസനവും കൃഷി, റെയിൽവേ അടക്കമുള്ള ചില സുപ്രധാനമായ വകുപ്പുകൾ ജെ.ഡി.യു നിതീഷ് കുമാറിന്റെ പാർട്ടി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ 16 സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയാണെങ്കിൽ നഗരഗ്രാമ വികസനവും ഗതാഗതവും ഹൈവേ വകുപ്പും ജലവകുപ്പും എല്ലാത്തിനെയും ആവശ്യപ്പെടുന്നു. അങ്ങനെ സുപ്രധാനമായ പല വകുപ്പുകളും ഈ രണ്ട് സഖ്യകക്ഷികളും ആവശ്യപ്പെടുന്നതാണ്. ഏറെ ഈ ചർച്ചകളെല്ലാത്തിനെയും വഴിമുട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുമാത്രമല്ല, മറ്റ് ചില ചെറിയ സഖ്യകക്ഷികൾ, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണെങ്കിലും അതോടൊപ്പം തന്നെ ജനസേന പാർട്ടിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് റാം മാഞ്ചിയുടെ പാർട്ടിയാണെങ്കിലും കേന്ദ്രമന്ത്രിസ്ഥാനം അടക്കമല്ലാതിനെയും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഒരു വളരെ വലിയൊരു കീറാമുട്ടിയായി ബി.ജെ.പിക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലാത്ത നിലപാടിൽ ജെ.ഡി.യു മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം ഇപ്പോൾ അനിശ്ചിതമായി നീളാൻ കാരണം. ഇപ്പോൾ ആദ്യം 8-ാം തീയതിയായിരുന്നു മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 9-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനിയും അത് നീളാനുള്ള സാധ്യതയും ഉണ്ട്. അവിടെ ശരി, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.